ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഇതിനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല, കാരണം നമ്മളൊരു വീഡിയോ ചെയ്തു. ഇപ്പം നമ്മൾ പറയില്ല, ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരന് പറ്റുമെന്ന് പറഞ്ഞ പോലെ അത് തെറ്റാണോ എന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പിക്കാനായിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ എൻപുരാൻ്റെ പോസ്റ്റർ ഇറങ്ങി അന്ന് തുടങ്ങിയാണല്ലോ. ഇന്നലെ മുതലാണല്ലോ ഈ കോലാഹലങ്ങളും എല്ലാതും നമ്മളെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. സോ നമ്മൾ എല്ലാവരും പോലെ എനിക്ക് അത് ആദ്യം ആ പോസ്റ്റർ കണ്ടപ്പോൾ ഫഹദ് ഫാസിലിനെ പോലെ തോന്നി. അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്തു. ഓക്കെ, പക്ഷെ പിന്നെ ഇങ്ങനെ പലരും അത് പല പേരുകളിലേക്ക് പോയപ്പം നമ്മുടെ കൊറിയൻ ലാലേട്ടൻ നിറപ്പെട്ട ഓൺലി. അപ്പം ഞാൻ എന്താ പറയുക, നമ്മൾ ആ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ അത് മനസ്സിലതുണ്ട്, അത് സത്യമാവണേ. കാരണം നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്ന ചില സോഴ്സിൽ നിന്നൊക്കെ അങ്ങനെ തന്നെയാണ് ഉറപ്പിച്ചു. അദ്ദേഹം വന്ന് ഷൂട്ട് ചെയ്ത് പോയി, ഇത്രയാണ് പ്രതിഫലം, 7 കോടിയാണ് പ്രതിഫലം വാങ്ങിയത്, അങ്ങനത്തെ കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടപ്പം ഏകദേശം ഉറപ്പിച്ചു. അതിൻ്റെ കൂടെയാണ് വിക്കിപീഡിയയിൽ നമ്മൾ കാണുന്നത്. അപ്പം വിക്കിപീഡിയയിൽ ഉള്ളതെല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. ഓക്കെ, അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്ന് എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. പക്ഷേ എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, ആരെ വിക്കിപീഡിയയും പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് മാത്രം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നാലും പലരും നമ്മുടെ ചേട്ടന്മാരൊക്കെ താഴെ കമൻ്റ് അടിച്ച് എല്ലാവരും ക്ലിയർ ചെയ്തെന്ന കാര്യങ്ങളൊക്കെ, ആർക്ക് ഏതും വിക്കിപീഡിയ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞൊക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രശ്നം അപ്പോൾ എന്താ വെച്ചാൽ, പ്രശ്നമല്ല ഫഹദ് ഫാസിലായിട്ട് ഇപ്പം കേൾക്കുന്നില്ല അങ്ങനെ. അപ്പം നമ്മൾ കുറച്ചും കൂടി ലോജിക്കായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാം. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ലോജിക്കായിട്ട് നമ്മൾ ഈ മാറ്റർ അതൊന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, അതിനെപ്പറ്റി ഒന്ന് ഡൈസെക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കാരണം ഇപ്പം പറഞ്ഞ് കേൾക്കുന്ന പേര് ഡോൺലിയോ അല്ല, ഒരു ഫ്രഞ്ച് ആക്ടർ എറിക്, അതായത് പേരെന്താണ്, എറിക് എബോണി, അങ്ങനെ അതൊന്ന് പ്രൊനൗൺസ് ചെയ്യുക. എറിക് എബോണി എന്ന് പറഞ്ഞ ഒരു ആക്ടറാണെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ എനിക്കൊന്ന് എൻ്റെ ഓർമ്മയിൽ ഏതോ ഒരു സീരീസിലായിട്ട് ഒരു ഭാഗത്തിലുണ്ടായിരുന്നു തോന്നുന്നു. അതേ അയാളിനെ തോന്നുന്നു, അദ്ദേഹം തന്നെയാണ് തോന്നുന്നത്. ഏതോ വാക്കിംഗ് ഡെഡോ ഏതോ ഒരു സീരീസിൽ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു നല്ല ബെസ്റ്റ് ആക്ടർ ആയിരിക്കാം, ചിലപ്പം അറിയില്ല, നല്ല ആക്ടറാണെന്ന് തോന്നുന്നു. ഫ്രഞ്ച് ആക്ടറാണ്, കുറേ സിനിമയിലൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹമാണെന്ന് പറയാനുള്ള കാരണമുണ്ട്. അദ്ദേഹത്തിൻ്റെ IMDbയിൽ പോയിട്ട് നമ്മൾ നോക്കിയാൽ അതിൽ എക്സ്പ്ലെയിൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് തന്നെ IMDbയിൽ ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല വേറൊരു ഇതും കൂടി ഉണ്ട് ഇവിടെ, അത് സ്പെഷ്യലി കബുഗ, അതായത് നമുക്ക് കുറച്ചും കൂടി വിശ്വസനീയമാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, IMDbയിൽ നമ്മൾ എമ്പുരാൻ്റെ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എമ്പുരാനിൽ കറക്റ്റ് ആക്ടേഴ്സിൻ്റെ എല്ലാ പേരും കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം അല്ലാത്ത വേറെ ഫോറിൻ ആക്ടേഴ്സിൻ്റെ പേരൊക്കെ അതിലുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് 100% ഉറപ്പിക്കാനൊന്നും പറ്റില്ല, എന്ത് സംഭവിക്കാം. പക്ഷേ ഇതിൽ കറക്റ്റ് എനിക്ക് മാത്രമല്ല, കബുഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നെയിം കൊടുത്തത്. അപ്പം കുറച്ചുകൂടി വിശ്വസനീയമായി തോന്നി. കാരണം എന്താ വെച്ചാൽ, നമ്മളെ ലൂസിഫറിൻ്റെ ക്ലൈമാക്സ് സീനിൽ ശക്തി കപൂർ ചോദിക്കുന്നുണ്ടല്ലോ, ദാവൂദാണോ കബൂഗ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ നമുക്കറിയില്ല, മേ ബി ആസ് ഓഫ് നൗ നമുക്ക് ഒന്ന് ആ ഒരു, അതായത് നമ്മൾ പറഞ്ഞ പേരുകളിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലുക്ക്, ആ ഒരു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഫോട്ടോസൊക്കെ കാണുമ്പം നിങ്ങൾക്ക് ഏകദേശം കറക്റ്റായിട്ട് തോന്നും ചെയ്യും. ഓക്കെ, ഫഹദ് ഫാസിൽ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ കാണുമ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നുമ്പം ഏകദേശം അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അതൊന്നുമല്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ലോജിക്കലി നമ്മൾ എന്താണ് ഇപ്പം ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുമ്പം എനിക്കും കുറച്ച് ഡൗട്ട് ഇൻ ദ സെൻസ്, ശരിക്കും ഒന്ന് പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻ ഡയറക്ടറെ ഹിൻസ് മാത്രം നമ്മൾ ലൂസിഫറിൽ കണ്ടാണ്. അത് ലാസ്റ്റ് ദിവസത്തിൻ്റെ അല്ലെങ്കിൽ റിലീസിൻ്റെ തലേന്നാണ് അദ്ദേഹത്തിൻ്റെ സായിദ് മസൂദിൻ്റെ പോസ്റ്റർ റിവീൽ ചെയ്തത് അല്ലേ. സോ അത്രയ്ക്ക് സീക്രസി കീപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് എല്ലാം പ്രൊമോട്ട് ചെയ്യേണ്ടത്, മാർക്കറ്റ് ചെയ്യുന്നത് വ്യക്തമായ ധാരണ ഉണ്ട്, വളരെ വ്യക്തമായിട്ട് പൃഥ്വിരാജിനറിയാം. സോ അപ്പം പിന്നെ വേറൊരു കാര്യം, ഞാനൊക്കെ എമ്പുരാനിൽ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ പല ആരാധകരും എനിക്ക് തോന്നുന്നത് നമ്മളൊരു മൾട്ടി ലിംഗ്വൽ, അതായത് വേറെ എല്ലാ ലാംഗ്വേജത്തെ സ്റ്റാർസൊക്കെ വന്നിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. മുന്നേക്ക് എക്സ്പെക്ട് ചെയ്തത് അങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയൊക്കെ, നമ്മൾ തമിഴിൽ നിന്നോ ഹിന്ദിയിൽ നിന്നൊക്കെ ഒരു വില്ലൻ അല്ലെങ്കിൽ അങ്ങനെ ക്യാരക്ടേഴ്സിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചിന്തിക്കുക, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, അതായത് പർപ്പസ്ഫുള്ളി ഇത് പാൻ ഇന്ത്യൻ മൂവി ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ നിന്നും ആക്ടേഴ്സിനെ പിക്ക് ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവരുന്നത്, എനിക്ക് അങ്ങനത്തെ ഒരാളല്ല പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം എപ്പോഴും ഒരു പാൻ ഇന്ത്യൻ മൂവീസ് എന്ന് പറയുമ്പോൾ ഈ കാര്യം എടുത്തു പറയുന്നതാണ്. അതായത് പാൻ ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ പറഞ്ഞ പല ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സ് വന്ന് ആക്ട് ചെയ്യുന്നല്ല. എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നതും ബാഹുബലി തന്നെ. ബാഹുബലിയിൽ എങ്ങനെയാണ് അത് പിന്നെ പാൻ ഇന്ത്യനായി മാറി. നമ്മുടെ ഋഷഭ് ഷെട്ടിൻ്റെ മൂവി ഇപ്പം കാന്താര,
അതിലൊക്കെ ആ ലാംഗ്വേജിലുള്ള നമുക്കറിയാത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. സോ പൃഥ്വിരാജും അങ്ങനെ ഒരു മൂവിയാണ്. എനിക്കത് 100% ശേഷം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വെച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നത്. കാരണം അത് വെറും ഈ ഒരു പാൻ ഇന്ത്യനാക്കാൻ വേണ്ടി ഒരിക്കലും അദ്ദേഹം ഒരു ആക്ടേഴ്സിനെ നമുക്ക് ചൂസ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെ അതായത് ആ റോളിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആരാണ് അവരെ മാത്രമേ അദ്ദേഹം കൊണ്ടുവരുള്ളൂ. അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. സോ അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഏത് ഇൻഡസ്ട്രിയിൽ നിന്നും എവിടെ നിന്ന് വേണമെങ്കിലും ആരും പ്രതീക്ഷിക്കുക. പക്ഷേ ഇവിടെ ഞാൻ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഈ ആളെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. ഒരു പോസ്റ്റർ എങ്ങനെയും ചെയ്യാം. അപ്പം ഫേസ് റിവീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾ ഇപ്പോൾ ഡോൺലി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ കൊറിയൻ ലാലേട്ടൻ എന്ന് പറഞ്ഞ നമ്മൾ കൊറിയയിലെ ആക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിനെ പലർക്കും അറിയാമെന്നുള്ള ഒരു ധാരണ പൃഥ്വിരാജിന് പോലും ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ പല സോഷ്യൽ മീഡിയയിലും കാണുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ആക്ടറെ ഫേസ് റിവീൽ ചെയ്യാതെ തിരിഞ്ഞു നിർത്തുമ്പോൾ അതിനൊരു രസമുണ്ട്. അങ്ങനത്തെ ആക്ടറെ ചെയ്യുള്ളൂ. പക്ഷെ ഇപ്പോൾ എല്ലാവരും ലാസ്റ്റ് നിഗമനം കൺക്ലൂഡ് ചെയ്യുന്നത് ഈ എറിക് ഇബാനി എന്ന് പറഞ്ഞ ആളെയാണ്. അദ്ദേഹത്തിനെ ഇങ്ങനെ തിരിച്ചു നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിനെ നേരെ നിർത്തിയാൽ പോലും എനിക്ക് എന്തായാലും അറിയില്ല, അധികം പരിചയമൊന്നുമില്ല. എനിക്കൊന്ന് കാണുന്നതിന് പറയുന്ന ആർക്കും പോലും അദ്ദേഹത്തിനെ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ആക്ടറെ ഇങ്ങനത്തെ ഒരു പോസ്റ്ററിൽ വെക്കേണ്ട കാര്യമുണ്ടോ? കാരണം നമുക്ക് അദ്ദേഹത്തിനെ ഇപ്പം സിനിമയിൽ വരുമ്പം പോലും ഇയാളായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇയാളായിരുന്നു എന്നുള്ള അങ്ങനെയുള്ള ഒരു ആക്ടർ മാത്രമല്ലേ ഈ പോസ്റ്ററിൽ സസ്പെൻസ് വെക്കേണ്ട, സർപ്രൈസ് ആക്കേണ്ട ആവശ്യമുള്ളൂ. അതൊരു കോമൺ സെൻസിൽ തോന്നിയ ഒരു ചോദ്യമാണ്. ഈ എറിക് ഇബാനി ആണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു ഇതായിൽ വരുന്നു കേട്ടോ. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഡോൺലി ആണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. കൊറിയൻ ആക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടുണ്ടാവും. കാരണം അദ്ദേഹത്തിനെ പലർക്കും അറിയാം. ഈവൻ ഈ കൊറിയൻ ലാലേട്ടൻ എന്ന് പറഞ്ഞ പോലും നമുക്ക് പലർക്കും പരിചയമുണ്ട്. മാത്രമല്ല ഈ ഒരു സ്റ്റോറി, ഈ ഒരു ലൂസിഫറിൻ്റെ ഒക്കെ ത്രെഡ് പോകുന്ന ഈ മറ്റേ ഗാങ്സ്, നമ്മുടെ എന്താ പറയുക ഡ്രഗ്സ്, ആ ഡീലിംഗ് അതിലൊക്കെ ആയിട്ട് കൊറിയയിലായിട്ട് അതായത് എമ്പുരാനിൽ കഥ കുറച്ചും കൂടി വലുതാണ്. അതാണ് നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പോയി ഷൂട്ട് ചെയ്യുന്നുണ്ട് കുറേ. സോ അത് ഏത് രാജ്യത്ത് വേണമെങ്കിലും അപ്പോൾ അവിടേക്ക് ഡീലിങ്ങിലും കാര്യങ്ങളും, അതായത് ആ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ, ആ സ്ക്രിപ്റ്റ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോൺലീൻ എല്ലാവരും വേണമെങ്കിൽ പൃഥ്വിരാജ് കൊണ്ടുവരും. ഓക്കെ, അപ്പം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ IMDb എല്ലാം പറയുന്നത് ഇദ്ദേഹം ഇതിലുണ്ട് എന്നാണ്. ഇപ്പോഴും ഇതിൽ ആരൊക്കെ ഉണ്ട്, ഇനി ഇതാരാണ് തിരിഞ്ഞു നിൽക്കുന്നത്, ഇതൊന്നും ക്ലിയറായിട്ട് നമുക്ക് അറിയില്ല. സിനിമ കാണുന്നേ വേണ്ടി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? കാരണം ഒറ്റ കാര്യമുള്ളൂ, നമ്മളൊരാളെ സസ്പെൻസായിട്ട് സർപ്രൈസ്ഡായിട്ട് ഒരാളെ ഇമേജ് തിരിഞ്ഞു നിന്ന് വെച്ച് കാണിക്കുമ്പോൾ അദ്ദേഹം മുൻതിരിഞ്ഞ് വന്ന് അതിൻ്റെ മുഖം കാണുമ്പോൾ നമ്മൾ ഞെട്ടുന്ന ഒരാൾ വേണ്ടേ? അത് എന്തായാലും ഈ ഫഹദ് ഫാസിലാണെങ്കിൽ, ഡോൺലി ആണെങ്കിൽ അത് അങ്ങേ അറ്റം ഉണ്ടാവും. സർപ്രൈസ് ഭയങ്കര മൂമെൻ്റ് ആയിരിക്കും. ഫഹദ് ഫാസിലാണെങ്കിലും അത്ര എനിക്കറിയില്ല, അതൊരു എന്താ പറയുക, നമ്മൾ പറയില്ല ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ നേരത്തെ ഞാൻ ഇന്നലെയൊക്കെ വീട്ടിൽ പറഞ്ഞ പോലെ എമ്പുരാൻ്റെ എതിരെ നിൽക്കാനുള്ള ഒരു ഇത് അങ്ങേർക്ക് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുണ്ടാവില്ല. കാരണം ഇതിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഫഹദ് ഫാസിലെ അങ്ങനെ ആക്കാൻ നിർത്താൻ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് ആക്ടിങ്ങിനെ പറ്റി പറയല്ല, ആ ഒരു റോളിന് പറ്റും തോന്നുന്നില്ല എനിക്ക്. ഇപ്പോഴും ഞാൻ പറയുന്നത് അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു ഫോറിൻ ആക്ടർ ഞാൻ ഈ പറഞ്ഞ ആളെ എനിക്ക് വീണ്ടും ഡോൺലി തന്നെ വരുന്നത് കേട്ടോ. ഇതാരും ആവട്ടെ. പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്, ഈ ഒരു ക്യാരക്ടറിന് ഇപ്പം നമ്മൾ കാണിച്ച ഈ എറിക് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ അതിലൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. ഓക്കെ, എന്താ തോന്നുന്നത്? ഞാനിപ്പോൾ ലോജിക്കലി പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ലോജിക്കുണ്ടോ, സെൻസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്ന് പറയാം. എന്തായാലും ഭയങ്കര സന്തോഷം. വീഡിയോ എന്താണെങ്കിലും വീഡിയോ അത്യാവശ്യം പെട്ടെന്ന് റീച്ചായി. ഭയങ്കര നിങ്ങളൊക്കെ സപ്പോർട്ടിന് ഭയങ്കര നന്ദിട്ടോ. പല കമൻ്റ് അടിക്കുന്ന പല ആൾക്കാരും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാലും എനിക്ക് കുറച്ച് പേര് വ്യൂവേഴ്സ് ഉണ്ട് നമ്മളെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്. എനിക്ക് പേര് ഓർമ്മയിലിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനൊന്നല്ല, ഇതിനെക്കാട്ട് വലിയ വലിയ പരിപാടികൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒക്കെ ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.